ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹോളിലാൻഡ് മാർക്ക് M2 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊരു വയർലെസ് മൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ബട്ടൺ സൈസാണ്, വളരെ ചെറിയ കോമ്പാക്ട് സൈസാണ്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് രണ്ട് മൈക്കാണ് വരുന്നത്. ഇത് നമുക്ക് ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത് രണ്ട് മൈക്ക്. ഇത് റിസീവറാണ്. ഇത് നമുക്ക് ടൈപ്പ് സി റിസീവർ ആൻഡ്രോയിഡിലൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യാനുള്ള. പിന്നെ ഇത് വന്നിട്ട് ലൈറ്റ്നിങ് ഐഫോണിൻ്റെ. പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒരു പൗച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ പൗച്ചിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ നോക്കി. ഇത് മറ്റേ വിൻഷീൽഡാണ്. കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യുന്നത്. അത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. പിന്നെ ഇതൊരു മാല പോലെ നെക്ലെസ് ആണ്. അതും കൂടി കാണിച്ചു തരാം. നമുക്ക് മാഗ്നറ്റ് ആയിട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ നെക്ലെസ് മോഡൽ നമുക്ക് എടുക്കാം. ഇത് വേറെ ഒരു വിൻഷീൽഡ്, രണ്ട് വിൻഷീൽഡ് ഉണ്ട്. പിന്നെ ഇത് ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള കണക്റ്റേഴ്സാണ് ഇത് വരുന്നത്. നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഐഫോണിലും ആൻഡ്രോയിഡിലും ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ക്യാമറയിൽ കണക്ടറാണത്. നമുക്ക് ചാർജ് ചെയ്യാനുള്ള കേബിളാണ്. അതായത് കേസിലെ തന്നെ ഇൻബിൽറ്റ് ചാർജിങ് ഉണ്ട്. നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് ടൈപ്പ് സി വരുന്നത്. ആ ടൈപ്പ് സിൻ്റെ ചാർജറാണ് ഇത്. ഓക്കെ. പിന്നെ ഇത് നമുക്ക് ക്ലിപ്പായിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മളിപ്പോൾ ക്യാപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്യാപ്പിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ കണക്ട് ചെയ്താലും നമുക്കിങ്ങനെ വെക്കാം. പക്ഷെ എന്നാൽ ഏറ്റവും സ്യൂട്ടബിൾ ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് മാഗ്നറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതെടുത്ത് ഈ ഫോണിൻ്റെ ഇവിടെ ഇത് ഷർട്ടിൻ്റെ ബാക്കിൽ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതായി കഴിഞ്ഞാൽ കണക്റ്റായി. ഇനി ഇത് നെക്ലെസ് ആണ് വരുന്നത്. ഇത് നമുക്ക് മാല പോലെ ഇങ്ങനെ ഇടാം. ഇത് ഇവിടെയും മാഗ്നറ്റ്, ചെറിയ മാഗ്നറ്റ് വരുന്നുണ്ട്. ഇത് അങ്ങനെ ഇടാം. അത് രണ്ട് പേർക്കുണ്ട് കേട്ടോ. എത്ര സാധനങ്ങളാണ് വരുന്നത്. പിന്നെ ഇതും കൂടി കാണിച്ചു തരാം. വിൻഷീൽഡാണിത്. അത്യാവശ്യം നല്ല വലിയ വിൻഷീൽഡാണ്. ഇത് നമ്മളിപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ബോറായിട്ട് കാണും. ഓക്കെ, അതും കൂടി ഒന്ന് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് വരുന്നത്. ഇത് രണ്ട് വിൻഷീൽഡ്, പിന്നെ ടൈപ്പ് സി കണക്ടർ ചാർജിങ്ങിന്, പിന്നെ ഇത് റിസീവർ ഐഫോണിൻ്റെയും ആൻഡ്രോയിഡിൻ്റെയും, പിന്നെ ഇത് ക്യാമറയിൽ കണക്ട് ചെയ്യാവുന്ന. ഇത് രണ്ട് നെക്ലെസ് മോഡൽ നമുക്ക്. പിന്നെ ഇതൊക്കെ ക്യാപ്പിലൊക്കെ ആണെങ്കിൽ ഇതെല്ലാം രണ്ട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കുഴപ്പമില്ല. നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിലാണ് മൈക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ചാർജിങ് കേസാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 മണിക്കൂറാണ് ബാറ്ററി ലൈഫ് പറയുന്നത്. അതായത് ടോട്ടൽ 40 hours കിട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് എങ്ങനെയാണ് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കണക്ട് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് നോക്കി നോക്കാം പെട്ടെന്ന്. നമുക്ക് ഇത് ഒരു മൈക്ക് എടുക്കാം, എന്നിട്ട് ഫോൺ എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഇത് ടൈപ്പ് സി ആയതുകൊണ്ട് ടൈപ്പ് സി കണക്ട് ചെയ്യാം. അപ്പം തന്നെ എന്നിട്ട് ഒരു മൈക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാം. അത്യാവശ്യം കോമ്പാക്റ്റ് സൈസാണ്. നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്യാമറ ആപ്പ് ഓണാക്കിയിട്ട് അപ്പം തന്നെ വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ വീഡിയോ ഇതാവും. ഇപ്പോൾ ഫുള്ള് നമ്മൾ സംസാരിക്കുന്നത് ഫോണിൻ്റെ മൈക്രോഫോൺ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാനിതൊന്ന് ഫോണിലേക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പോൾ ഫോണിൽ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആയിട്ടാണുള്ളത്. ബ്ലൂ ലൈറ്റ് ആണെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു സറൗണ്ടിങ് നോയ്സും കിട്ടുന്നുണ്ടാവും. അത്യാവശ്യം ഒരു വോയിസിലും വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ സറൗണ്ടിങ് നോയ്സൊക്കെ നമുക്ക്
നോക്കാം. ഉണ്ടോ ഇപ്പോൾ സറൗണ്ടിങ് നോയ്സ് ഒന്നും ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇപ്പം വോയിസ് കുറച്ചും കൂടി നല്ല ക്ലാരിറ്റിയിലൊക്കെ കിട്ടും. നമുക്ക് പുറത്ത് പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ തന്നെ ബോക്സിൽ തന്നെ നമുക്ക് കുറച്ച് ഇതും കൂടി ഉണ്ട്. ഇത് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഇതൊക്കെ സ്റ്റിക്കേഴ്സാണ്. ഇത് നമുക്ക് ഈ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് ഈ ബട്ടണിലൊക്കെ ഒട്ടിക്കാം. ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്, വൈറ്റ് വേണമെങ്കിൽ വൈറ്റ്, പിന്നെ ഇമോജീസ് വേണമെങ്കിൽ ഇമോജീസും വേണമെങ്കിൽ ഇതാക്കാം. പിന്നെ ഇത് ക്വിക്ക് ഗൈഡാണ്, എങ്ങനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള. ഓക്കെ, അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരു ടെസ്റ്റിംഗ് കൂടി കാണിച്ചു തരാം. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. അത് പുറത്തുനിന്നുള്ള വീഡിയോ ആയിരുന്നു. ഞാൻ ഇതിൽ ചെറിയ ടെസ്റ്റിംഗ് എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ള ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് S23 അൾട്രേൻ്റെ ഫോണിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ മൈക്ക് ഇപ്പോൾ ഓഫാണ് കേട്ടോ, കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഹോളിലാൻഡ് മാർക്ക് M2ൻ്റെ മൈക്ക് വഴിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് നോയ്സ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓഫിലാണുള്ളത്. അപ്പം നോയ്സ് ക്യാൻസലേഷൻ ഓഫാണെങ്കിൽ ഇവിടെ ഒരു ബ്ലൂ കളർ ലൈറ്റാണ് ഇങ്ങനെ കത്തുക. ഇനി നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഒന്ന് ഓണാക്കിയിട്ടൊന്ന് നോക്കി നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്, ഒരു യെല്ലോ കളർ ബട്ടൺ. അത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ കളറായി. അപ്പം നമുക്ക് സറൗണ്ടിങ് നോയ്സൊക്കെ ഇപ്പോൾ ഏകദേശം ക്യാൻസൽ ആയിട്ടുണ്ടാവും. ഒരു 80% നോയ്സ് ക്യാൻസൽ ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഒരു വീഡിയോ ടെസ്റ്റ് ചെയ്തിരുന്നു, വോയിസ് ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങനെ നടന്നപ്പോൾ വോയിസ് നല്ല ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഇങ്ങനെ ഒന്ന് നടന്നു നോക്കാം. ഫേസ് ടു ഫേസ് ആണെങ്കിൽ വിഷയം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. നമുക്കിങ്ങനെ നടന്നു നോക്കാം. ഓക്കെ, ഓഫായിട്ടാണ് ഉള്ളത്. ഇപ്പം തിരിഞ്ഞിട്ടാട്ടോ നടക്കുന്നത്. നമുക്ക് ഓപ്പോസിറ്റ് നടക്കുമ്പോൾ ചിലപ്പോൾ ബ്രേക്ക് ആവാൻ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, വിചാരിക്കുന്നു. ഇനി തിരിഞ്ഞ് ഓപ്പോസിറ്റ് ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ എന്താന്ന് ഇപ്പം ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഇപ്പം കുഴപ്പമുണ്ടാവില്ല, ഇപ്പം കറക്റ്റ് ആയിരിക്കും. ഫേസ് ടു ഫേസ് നടക്കുകയാണെങ്കിൽ ഒരു വിഷയമില്ല. നമ്മൾ തിരിഞ്ഞ് നടക്കുമ്പോൾ ഫസ്റ്റ് റെക്കോർഡിങ്ങിൽ നമുക്ക് ചെറിയ ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്താണെന്നറിയില്ല. നല്ല കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഉപയോഗമൊന്നും ഇല്ല. അപ്പോൾ വേറെ ആരെങ്കിലൊക്കെ നമ്മൾ ഈ ദൂരെ നിന്ന് ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നൊക്കെ പ്രാങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് ശ്രദ്ധിക്കണം, എപ്പോഴും വോയിസ് ക്യാപ്ചർ ആവുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഫൈനലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വോയിസ് നല്ലോണം ബ്രേക്ക് ആവുന്നുണ്ട്. ഞങ്ങൾ 2 വട്ടം ടെസ്റ്റ് ചെയ്തപ്പോഴും അതേപോലെ പ്രശ്നം ഉണ്ടായി. നമ്മൾ അടുത്തുള്ള ഒരു 10-20 മീറ്റർ അടുത്തൊക്കെ ആണെങ്കിൽ തിരിഞ്ഞ് നടന്നാലും കുഴപ്പമില്ല. മറ്റേതാണെങ്കിൽ നമ്മൾ ഫേസ് ടു ഫേസ് ആയിരിക്കണം. ഇവർ കമ്പനി പറയുന്നത് 30, 40, 50 മീറ്ററൊക്കെ പോകുന്നതാണ് പറയുന്നത്. അതാണെങ്കിൽ നമ്മൾ ഫേസ് ടു ഫേസ് ആണെങ്കിൽ നമുക്ക് വോയിസ് ബ്രേക്ക് ആവാണ്ട് കിട്ടും. ഇത് നല്ല ബ്രേക്ക് ആവുന്നുണ്ട്. ഒരു 30-20 മീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നല്ല ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പം ഈ നമ്മൾ അടുത്തുനിന്നൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ, ഫോണിൻ്റെ അടുത്തുനിന്നൊക്കെ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ ആ പ്രശ്നമില്ല. ഇതിപ്പം 1-2 യൂട്യൂബേഴ്സ് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ദൂരേന്ന് ഇങ്ങനെ അവർ വീഡിയോ എടുത്തപ്പം അവർക്കൊക്കെ കിട്ടിയെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 2 വട്ടം ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ല. ഓപ്പോസിറ്റ് നടന്നു കഴിഞ്ഞാൽ നല്ല വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. കാണാം.